പോകുമ്പോൾ കണ്ടുപോകാം, വരുമ്പോൾ കൊണ്ടുപോകാം, ആലവട്ടം തരാം, ആലവട്ടം തരാം. ഇത് നമ്മുടെ പഴയ ഓർമ്മയാണ്, നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് പൈസയല്ല വലുത്, ഇത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കടപ്പാട്. കാരണം മക്കളെ കാണിക്കണം നിർബന്ധം. ഓ അതാണ് ഒന്നുമില്ല തരാം. പേപ്പറിൽ പൊതിയാനെ പറഞ്ഞോളി, ഇതൊക്കെ നല്ലോണം പേപ്പറിൽ പൊതിയാൻ തരും. ഞാനെന്താ പറയുക, ജനങ്ങൾ കാണണം, അതാണ് നമ്മുടെ ആഗ്രഹം. ആദവട്ടം തരാ. അങ്ങനെ ഈ കലാകുടുംബത്തെ സഹായിച്ച നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ, എന്നുള്ളത് നമ്മുടെ കരുവണ്ണൂരാണ്. കരുവണ്ണൂർ ഭാരത് പമ്പിന്റെ തൊട്ട മുമ്പില് നമ്മളെ കാവിൽ രാജേട്ടനാണ്. രാജേട്ടൻ എന്തെല്ലാം വിശേഷം? നല്ല തന്നെ വിശേഷം. ഈ ഒരു പരിപാടിയായിട്ട് എത്രയായി? ഇതിപ്പോ ഒരു 1.5 വർഷത്തോളമായി ഞാൻ ഇങ്ങനെ ഈ ആലവട്ട കഴിവിൽ സ്നേഹമുള്ള ഒരാളാണ്. അപ്പൊ കലാപരമായിട്ട് ഇത് മക്കളെ കാണിക്കാൻ വേണ്ടിയിട്ടാ മോനെ ഇത് ഞാൻ ഇതും കൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയ. ഇത് വലിയ മാർജിനൊന്നും ഉണ്ടായിട്ടല്ല, എന്തായാലും മക്കൾ കാണണം, മറന്നുപോയൊരു ഓർമ്മയാണ്. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിട്ട് ഈ ആലുവട്ട അതെ ഞാൻ എല്ലാ ഉത്സവം പറഞ്ഞത് അത്യാവശ്യം എനിക്ക് പോകാൻ പറ്റില്ല, ഒക്കെ പോയിട്ട് ഈ ആലുവട്ടം എല്ലാവരും എന്നോട് സഹകരിക്കുന്ന ആൾക്കാരാണല്ലേ. കാരണം ഞാൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. രാജൻ കാവിൽ നിന്ന് എല്ലാവർക്കും അറിയാം. ഞാനൊരു കലാകാരനാണ്, ഞാൻ പാട്ട് ചെയ്യുന്നതാണ്, ആൽബം ചെയ്യുന്നതാണ്. ആലവട്ടം തരാ. മക്കളെ മൊബൈലിൽ കളി ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇറക്കിയതാ. കാരണം ഇത് വലിയ ഏറ്റവും വലിയ 100 നിങ്ങൾക്ക് ഇത് വേണം. പിന്നെ കനി വെക്കുമ്പോ മറ്റോല് ഇത് കനി വെക്കുമ്പോ വെച്ച് ഇത് വെച്ചോളൂ. ബിഷിക്കനി വെക്കുമ്പോ ഇല്ല അത് വേർത്തല്ലോ. ഇത് വേണം എടുത്തോളി. ഓ അത് വേണ്ടല്ലോ, അത് വിട്ടല്ല. ഇതെടുത്തോളി. ഈ കലാകുടുംബം സഹായിച്ച നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് മാത്രമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിഷു വളരെ ഭംഗിയോടെ ആഘോഷിക്കണോ, ആ ആൾവട്ടം വെക്കുകയും വേണം. ഇപ്പൊ സിനിമയിൽ വേഷമിട്ടോണ്ടിരിക്കാന്റെ സിനിമയിൽ ഖലീഫ എന്നാണ് സിനിമ. ഖലീഫ. പിന്നെ അടുത്തിപ്പോ മോഹിനിയാട്ടം ഇറങ്ങും. മോഹിനിയാട്ടം ഞാൻ വേഷമിട്ടിട്ടുണ്ട്. പിന്നെ പട്ടമ്പത്തെ കുട്ടി അത് കൂത്താടി സത്തം കൂത്താടി സംവിധാനം ചെയ്ത് അതിൽ ഞാൻ വേഷമിട്ട. പിന്നെ ഒരുപാട് ആളുകൾ മോഹിനിയാട്ടം, കണിക്കൊന്ന, തേമൊഴി, കാത്തിന്ന് കൊണ്ടോണം, പിന്നെ ഒരു സ്നേഹാലയം, എല്ലാ ആൽബത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് എന്താ പറയാ, ഇത് എത്തിക്കാന്നൊരു കടപ്പാട് എന്റെ അടുത്ത്. ഇത് വിഷുവിന് പ്രധാനപ്പെട്ട മോനെ, ഇത് വിഷുവിന് പ്രധാനപ്പെട്ട കാര്യം. ഈ ആലവട്ടമുണ്ടല്ലോ മോനെ, ഇത് എന്ത് ചെയ്യണം, കണിക്കൊന്ന വെക്കുമ്പോൾ ആലവട്ടം കൃഷ്ണന്റെ ബാക്കിൽ വെക്കാം. ഇതൊരു പിന്നെ പോരാതെ നമ്മൾ പൂജാമുറി ഒക്കെ ഉണ്ടെങ്കിൽ പൂജാമുറിന്റെ ബാക്കിൽ വെക്കാം. ഇതൊരു അലങ്കാരം കൂടിയാണ്. ഈ ആലവട്ടം മറന്നുപോയൊരു സാധനം അതാണ്. അപ്പോ അങ്ങനെയാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഈ രംഗത്തേക്ക് എല്ലാം ഞാനിപ്പോ കുറഞ്ഞ ടൈം പാസിന് വേണ്ടിട്ട് ഇപ്പൊ പമ്പിലേക്കാ. കുട്ടികള് മോനെ വേറൊരു സാധനങ്ങളാ അത് ഞാൻ കാണിച്ചത്. ഇത് മക്കളെ മൊബൈൽ കളി ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇറക്കിയ ഒരു സാധനം മോനെ. എല്ലാ മക്കൾക്കും പിന്നെ മൊബൈൽ അങ്ങ് കൊടുക്കും. മുക്കിട്ട് മക്കൾ വെച്ച് അതാ കൊടുക്കുക. രക്ഷിതാക്കൾ എന്ത് ചെയ്യും, മൊബൈൽ അങ്ങ് കൊടുക്കും, ബാക്കിയുള്ള പണിയെടുക്കും. അത് പോരാ, അത് മൈൻഡ് മാറ്റാൻ വേണ്ടി, റേഡിയേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജൻ കാവ് ഈ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങള് മുന്നിലേക്ക് വരുന്നത്. എന്താണോ ഇത് വാങ്ങിയിട്ട് കൊടുക്കണം, മക്കൾ കളിക്കണം. കാണുന്നോ, കണ്ടോ ഇതിന്റെ ഒരു ഇത് കണ്ടോ, പ്രത്യേക ഒരു മൈൻഡാണ്. കാരണം എന്തൊരു സുഖമുണ്ട് അല്ലേ. പറഞ്ഞോളൂ. കുട്ടികൾ മൊബൈലിൽ ഇങ്ങനെ കളിച്ച് കണ്ണൊക്കെ പോകുന്നതിന് അത് റേഡിയേഷൻ കുറക്കേണ്ടിട്ടാണ്. കണ്ണു പോകും, റേഡിയേഷൻ ആണ്. പിന്നെ മൈൻഡ് മാറ്റാൻ വേണ്ടി ഒരു സർക്കസ് ഇവരാണ്. പിന്നെ ഒരു തെങ്ങ് കയറ്റക്കാരൻ കാണാരറ്റ തെങ്ങുമുണ്ട് എങ്ങനെയാ ഇറങ്ങി വരുന്നത് നോക്കി, അതേ സൈഡിൽ തന്നെയാണ് ഇറങ്ങിയത്. കണ്ടോ എന്തൊരു സുഖമുണ്ട്, നല്ല സുഖല്ലേ. ഇതെന്താ മോനെ, കാരണം ഇതെല്ലാരും മേടിക്കും. കണ്ടോ ഇപ്പം ഞാൻ ജീപ്പുകാർ മേടിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങുന്ന കേട്ടോ. കാരണം എന്താ പറയുക, ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഈ 2 പണ്ട് ഈ ആലവട്ടം ഉണ്ടായി. ഞാൻ ഇത്ര ചെറുതാണ്. അന്ന് സ്കൂൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് ബാപ്പാന്റെ ബാപ്പ അല്ലെ ഉമ്മാന്റെ ഉമ്മ അല്ലെ അച്ഛനോ ഒക്കെ ഊരിലെ പഠിക്കുന്ന കാലത്തൊക്കെ ചെറിയ ആലവട്ട. അന്ന് ചെറിയ അങ്ങനെ തന്നെ സർക്കസ് കിടികിടി ഇങ്ങനെ പോവുകയാണ്. കിടികിടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്നത് മാറ്റിയെടുക്കാൻ വേണ്ടി അതാണ് ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പൊ എല്ലാരും വാങ്ങാം. അതാണ് പോകുമ്പോൾ കണ്ടുപോകാം, വരുമ്പോൾ കൊണ്ടുപോകാം. പൈസയൊന്നുമില്ല, ചെറിയൊരു പൈസയാണ്. ചെറിയ പൈസ എന്തായാലും അതെ എല്ലാരും വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി വീട്ടിൽ വെക്കാൻ ആഗ്രഹിച്ച കുട്ടികൾക്ക് കളിക്കാനും. അതെ കൗന്തരയാണ്. കൗന്തര വീട് കൗന്തര പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണ്.
കാവുന്തറ എന്ന് പറയുന്ന കലാകാരന്മാർ. അതെ, നമ്മൾ പറഞ്ഞ കാവുന്തറ കലാകാരന്മാരെ ഒരു ഇതാണ്, ഒരു കൂടാരാ. അതിലാണ് ഖാൻ കാവിൽ തുടങ്ങുന്നത്. ഖാൻ കാവിൽ, പപ്പൻ കാവിൽ, രമേശ് കാവിൽ, പിന്നെ അങ്ങനെ ഒരു പ്രദീപൻ കാവുന്തറ, ജഡ്ജൻ പ്രമോദോ പൈസ മാത്രമല്ലേ ഓനും കാവുന്തരക്കാരനാണ്. അതിന്റെ വലിയൊരു കലാകാരനാണ് രാജേട്ടൻ. രാജേട്ടൻ ഇപ്പം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എത്ര കലാ രംഗത്തേക്ക് വേണമെങ്കിൽ കുറവ്. പിന്നെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ രാജേട്ടൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വാങ്ങുക, സപ്പോർട്ട് ചെയ്യുക. രാജേട്ടനൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും ഇതൊക്കെ കൊടുക്കുക. കണ്ടോ, നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് പണ്ട് കാലങ്ങളിൽ ഒരു നൊസ്റ്റാൾജിക് ആണ് ഈ ഒരു സംഭവമൊക്കെ. ഉത്സവപ്പറമ്പൊന്നും അല്ലാതെയൊക്കെ ഈ സംഭവമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പേ. സംഗതി അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് രണ്ടും. ഇത് മൊബൈൽ കളിക്കുന്നതിന് കുട്ടികൾക്കും പറ്റും, ഇതും കുട്ടികൾക്ക് പറ്റും. ഇത് വിഷുവിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമൊക്കെയാണ്. പണ്ട് കാലങ്ങളിൽ ഇത് ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ തന്നെയാണ്, വലിപ്പമല്ല, ചെറുതായിരുന്നു. അത് ഇതിനേക്കാൾ ചെറുപ്പാണ്. അതെ അതെ. അപ്പോ രാജേട്ടനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, ബൈ.